നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ വിമത സ്ഥാനാർത്ഥി വരും. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനോ സി വൈശാഖോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കാൻ സാധ്യത. ടി മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെയാണ് ഇത്തരമൊരു ആലോചന നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യം ഒരു പ്രതികരണം. 6-ാം തീയതി ഔദ്യോഗികമായ പ്രഖ്യാപനം വരും എന്ന നിലയിലാണിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ടത് വന്നതിന് ശേഷം പ്രതികരണം അറിയിക്കാം എന്നതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. വി കുഞ്ഞികൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അജീഷ്, അവർ കടുത്ത തീരുമാനമായി മുന്നോട്ട് പോകുമെന്നാണോ? എന്തായാലും ഈ പയ്യന്നൂരിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ വിഭാഗീയത പ്രശ്നം. പതിറ്റാണ്ടുകളായി തന്നെ അവിടെ വിഭാഗീയത പ്രശ്നമുണ്ട്. നേരത്തെ ടി മധുസൂദനൻ അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ, അതിനുശേഷം KP മധുവും പിന്നീട് വി കുഞ്ഞികൃഷ്ണനൊക്കെ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ അവിടെ വിഭാഗീയത പ്രശ്നം രൂക്ഷമായി തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് 2021-22 കാലങ്ങളിൽ ഈ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് ആദ്യമായി ഉന്നയിക്കുമ്പോഴും വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോഴും ഒരു വിഭാഗം പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത് വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നു ായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെ ഈ തുറന്ന പറച്ചിൽ നടത്തിയതിനു ശേഷം ഒരു വിഭാഗം ഇപ്പോഴും വി കുഞ്ഞികൃഷ്ണനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ അത് പ്രകടമായതാണ്. ഒരു വിഭാഗം ഈ പാർട്ടി ഈ കണക്കുകൾ വ്യക്തമാക്കണം, രക്തസാക്ഷി ഫണ്ട് ആ ശേഖരണവുമായി ബന്ധപ്പെട്ട വരവ് ചെലവുകൾ കണക്കുകൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ ടി മധുസൂദനൻ തന്നെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി ആകണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ടി മധുസൂദനെ മാറ്റിക്കഴിഞ്ഞാൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കൂടി നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ ഈ ടി മധുസൂദനൻ വീണ്ടും മത്സരിക്കാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ വിമത ഭാഗം സ്ഥാനാർത്ഥി ഇറക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണനൊപ്പം തന്നെ ഈ 36-ാം വാർഡ് നമ്പർ കൗൺസിലർ, അദ്ദേഹം നേരത്തെ CPM പ്രവർത്തകനായിരുന്നു. അദ്ദേഹം അവിടെ വിമതനായി മത്സരിച്ച് ജയിച്ചയാണ്. കാര വാർഡിൽ നിന്ന് സി വൈശാഖോ മത്സരിക്കാനാണ് സാധ്യത. വി കുഞ്ഞികൃഷ്ണനാണ് പ്രാമുഖ്യം കൂടുതൽ. വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിൽ സി വൈശാഖ് മത്സരിക്കുമെന്നാണ് അവിടെ പ്രചരിക്കുന്ന അഭ്യൂഹം. അങ്ങനെ ഒരു ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും CPM-ന് വലിയ രീതിയിലുള്ള ഒരു തലവേദന തന്നെയാണ് ഈ വിമത സ്ഥാനാർത്ഥിത്വം എന്ന് സംശയമില്ല. കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.